ഹലോ ഗൈസ്, നമുക്ക് ദിയസറെ കാണാൻ പോയാലോ? കുറേ നാളായിട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ ഒന്ന് പുറത്ത് പോയിട്ട്. അപ്പം അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രാവിലെ തന്നെ പ്ലാൻ ചെയ്തു ഇന്ന് മൂവിക്ക് പോകാമെന്ന്. അങ്ങനെ നമ്മുടെ കവിത തിയേറ്ററിൽ 7 മണിയുടെ ഷോയ്ക്ക് ബുക്ക് ചെയ്തു. നേരെ ഓടിക്കതച്ചാണ് അവിടെ ചെന്നത്. ഒന്നും നോക്കിയില്ല, ഗോൾഡ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നല്ല കുന്നിൻ്റെ മണ്ടയിൽ പോലത്തെ സീറ്റിലോട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവെല്ലായപ്പോൾ പോപ്കോണൊക്കെ വാങ്ങിച്ചു. അതൊക്കെ പടമൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിയായപ്പോഴത്തേനും ഞങ്ങൾ പുറത്തിറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് ഓരോരുത്തരുടെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ചിന്നുവിൻ്റെ കൂട്ടത്തിലാണ് പോയത്. ഹരിത ചേച്ചിയും സഫ്നയും കൂടെ ഒരുമിച്ചാണ് പോയത്. പിന്നെ ലിൻ ചേച്ചിനെ പിക്ക് ചെയ്യാൻ ചേട്ടനും വന്ന്. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് നല്ല വിശപ്പുണ്ടായി. അപ്പോൾ എടപ്പള്ളി ടോൾ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചിന്നുവും മാത്രം നൈസായിട്ട് പോയി ഫുഡ് കഴിച്ചു. നല്ല കിഡിലും പൊറോട്ടയും ചിക്കൻ പാർട്സ് കറി കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചു. സത്യം പറയാമല്ലോ, നല്ല കിഡിലെ ഫുഡാട്ടോ അവിടുത്തെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ചായയൊക്കെ കുടിച്ച് നേരെ തന്നെ ചിന്നു പത്തടിപ്പാലത്ത് ഇറക്കി വിട്ടു. അവിടെ നിന്ന് തന്നെ ഒളിഞ്ഞു നോക്കി ടാറ്റയൊക്കെ തന്നു വിടണുണ്ട്. അങ്ങനെ ചിന്നുവിന് ബൈ ബൈ ഒക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ മെട്രോ കയറി. മെട്രോ കയറി ആലുവ എത്തി. ആലുവ അല്ല കേട്ടോ, കമ്പനിപ്പടി എത്തി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്ത ദിവസമായിരുന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ച് വെട്ടിപ്പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റ ബൈ ബൈ, സീ യു.